വാർത്തകൾ തുടരുന്നു. മേഖലയിലെ സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ആശംസാ കാർഡ് കൈമാറിയും ക്രിസ്തുമസ് ട്രീ നിർമ്മിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ക്രിസ്തുമസിനെ വരവേറ്റത്. കൂടാതെ ക്രിസ്തുമസ് അവധി ഇന്നു മുതൽ ആരംഭിക്കുന്നതിനാൽ ഇനി സുഹൃത്തുക്കളെ പുതുവത്സരവേളയിൽ മാത്രമേ കാണൂ എന്നതിനാൽ പുതുവർഷവേളയിൽ സുഹൃത്തിന് ഒരു സമ്മാനവുമായി എത്തുന്നതിന് മിക്ക സ്കൂളുകളിലും ന്യൂ ഇയർ ഫ്രണ്ടിനെയും തെരഞ്ഞെടുത്താണ് വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങിയത്. പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷിച്ചു. സ്കൂൾ മാനേജർ അബ്ദുൾ നാസർ, പ്രിൻസിപ്പാൾ പി.കെ. ബിന്ദു എന്നിവർ ക്രിസ്തുമസ് സന്ദേശം പങ്കുവച്ചു. തുടർന്ന് കരോൾ ഗാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിക്ക് ടീച്ചർമാരായ രാജീവ്, മിനി, ചന്ദ്ര, ജിഷ്മ എന്നിവരും സ്കൂൾ ലീഡർമാരായ അംന മുനീർ, ഷാജു എന്നിവരും നേതൃത്വം നൽകി. 2 മണിക്കൂറിനുള്ളിൽ 12 ക്രിസ്തുമസ് മരങ്ങളാണ് കുരുന്നുകൾ ഒരുക്കിയത്. തോരണങ്ങളും ബലൂണുകളും സമ്മാനപ്പെട്ടിക്കൊണ്ടും മരങ്ങൾ അലങ്കരിച്ചിരുന്നു. മത്സര പരിപാടികൾക്കിടയിലൂടെ മധുരം നൽകി ക്രിസ്തുമസ് അപ്പൂപ്പന്മാർ കൂടി എത്തിയതോടെ കുട്ടികൾ ആഹ്ലാദിച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അപ്പൂപ്പൻ സമ്മാനങ്ങൾ നൽകി. അമ്പലക്കുന്നിലെ അങ്കണവാടി കുട്ടികളും അപ്പൂപ്പനെ കാണാൻ വിദ്യാലയത്തിലെത്തി. ക്രിസ്മസ് അപ്പൂപ്പന്റെ പര്യടനത്തിന് ശേഷം കേക്ക് മുറിച്ച് വിതരണം നടത്തുകയും കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം വി മുസ്തഫ, PTA പ്രസിഡന്റ് സി ഷൌക്കത്ത് അലി, പ്രധാനാധ്യാപകൻ NB സുരേഷ് കുമാർ എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി. പൂക്കോട്ടുംപാടം പായമ്പാടം ഗവൺമെന്റ് LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ക്രിസ്തുമസ് ആഘോഷങ്ങളും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് ട്രീ ഒരുക്കിയും ക്രിസ്തുമസ് അപ്പൂപ്പന്റെ വേഷം കെട്ടിയുമാണ് ക്രിസ്തുമസിനെ വരവേറ്റത്. ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച ഇംഗ്ലീഷ് മാഗസിൻ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് അമലമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം PV കരുണാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. മാഗസിൻ പ്രകാശനം BRC ട്രെയിനർ സിദ്ദീഖ് ഹസനും നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക PK സരസ്വതി, അനുശ്രീ, നീന, അബ്ദുറഹ്മാൻ, ജബ്ന എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കരോൾ, കേക്ക് വിതരണം എന്നിവയാണ് നടത്തിയത്. അങ്കണവാടി, ആയുർവേദ ഡിസ്പെൻസറി, പ്രീ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്രിസ്തുമസ് അപ്പൂപ്പനും സംഘവും സന്ദർശനം നടത്തി. കേക്ക് വിതരണത്തിന് പുറമെ കാർഡ് നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. പ്രധാനാധ്യാപകൻ KK ജെയിംസ്, K ശ്രീധരൻ, M രാധാകൃഷ്ണൻ, K ധന്യ, K ലംജിത്ത്, ഷിഖിൽ മുഹമ്മദ്, അലൻ, വർഗീസ്, K ശ്രീജിത്ത്, MK മുർഷിദ്, KP അഫ്നാൻ ഷാ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കരുളായി പുള്ളിയിൽ GUP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. ക്ലാസ് തലത്തിൽ ആശംസാ കാർഡ് നിർമ്മാണവും നടത്തി. ഇതിൽ 1ഉം 2ഉം സ്ഥാനങ്ങളും നേടിയ ആശംസാ കാർഡുകൾ മേഖലയിലെ പ്രമുഖ വ്യക്തികൾക്ക് തപാൽ മാർഗം അയച്ചു കൊടുക്കുകയും ചെയ്തു. കൂടാതെ മത്സരാടിസ്ഥാനത്തിൽ ക്രിസ്തുമസ് ട്രീ നിർമ്മാണവും സാന്താക്ലോസിനെ ഒരുക്കി കരോൾ ഗാന മത്സരവും സംഘടിപ്പിച്ചു. കാലഘട്ടത്തിൽ തന്നെ രണ്ടായിട്ട് തിരിച്ചു, AD എന്നും BC എന്നും. ആ ചരിത്ര പുരുഷനും കൂടിയായ യേശുക്രിസ്തുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുള്ളി UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസിന് വളരെ പ്രാധാന്യമുള്ള ഒരു ക്രിസ്മസ് ആണ് ഈ വർഷത്തെ. കാരണം ഞങ്ങളുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലെ ഉപന്യാസ രചന മത്സരത്തിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ ഫസ്റ്റും A ഗ്രേഡും ഞങ്ങളുടെ 7D ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീകാവ്യ എന്ന കുട്ടി ഇന്നലെ കരസ്ഥമാക്കിയിരുന്നു. UP സ്കൂൾ വിദ്യാർത്ഥികൾ LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആശംസകളും അർപ്പിച്ചു. തുടർന്ന് പുൽക്കൂട് നിർമ്മിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് ക്രിസ്തുമസിനെ വരവേറ്റത്. മത്സരങ്ങൾക്ക് അധ്യാപകരായ R പ്രസാദ്, അബ്ദുൾ മജീദ്, മാത്യു തോമസ്, റീന, ഷിനി എന്നിവർ നേതൃത്വം നൽകി. മതേതര ആഘോഷങ്ങൾക്ക് ചില സ്കൂൾ മാനേജ്മെന്റ് പക്ഷം പിടിക്കുന്നതായി പരാതി. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തടയിടാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമം വിവാദമായതോടെ സ്കൂൾ അധികൃതർ പ്രശ്നം ഒതുക്കി തീർത്തതായും സൂചനയുണ്ട്. പൂക്കോട്ടുംപാടത്തെ പ്രമുഖ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളിലാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വിദ്യാർത്ഥികളിൽ മതമൈത്രിയുടെ സന്ദേശം പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് വിവിധ മതങ്ങളുടെ വിശേഷ ദിനങ്ങൾ സ്കൂളുകളിൽ പൊതുവായി ആഘോഷിക്കാറ്. ഇതിന്റെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിലെ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിൽ
ക്ലാസ് അടിസ്ഥാനത്തിൽ പുൽക്കൂട്, ട്രീ നിർമ്മാണവും കേക്ക് വിതരണവും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഒരു വിഭാഗം രാവിലെ സ്കൂളിലെത്തി ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിയതായാണ് പരാതി വരുന്നത്. മുസ്ലിം കലണ്ടറിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ജനറൽ ടൈം ടേബിൾ പ്രവർത്തനം ആരംഭിച്ചത് സഹിക്കാത്ത ഒരു വിഭാഗമാണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നും സൂചനയുണ്ട്. ആഘോഷ പരിപാടികൾ മുടക്കാനെത്തിയവർ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപകരെ ചോദ്യം ചെയ്തതെന്നും പറയപ്പെടുന്നു. മതസൗഹാർദ്ദം പുലർത്തുവാനുള്ള ഭരണഘടനാ ബാധ്യതയുള്ളവർ സൗഹൃദാന്തരീക്ഷം തകർക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത് അപലപനീയമാണെന്നാണ് രക്ഷിതാക്കൾ ഒരു വിഭാഗത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ആഘോഷ പരിപാടികൾ വർണ്ണാഭമാക്കുന്നതിന് വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോട് പണം ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്നാണ് പ്രധാനാധ്യാപകന്റെ വിശദീകരണം. എന്നാൽ മറ്റ് മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും അകറ്റി സ്ഥാപനത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് പ്രശ്നത്തിനു പിന്നിലെന്നും ആരോപണമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ജാതി മതം നോക്കാതെ ചെയ്യുന്ന ഇത്തരം ആഘോഷങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മലപ്പുറം ജില്ലാ CBSE വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയിൽ പൂക്കോട്ടുംപാടം ഗുഡ്വിൽ സ്കൂൾ ചാമ്പ്യന്മാരായി. അരീക്കോട് സഹോദയ സ്കൂൾ കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കിയ ടീമിനെ സ്കൂൾ മാനേജ്മെന്റ് അനുമോദിച്ചു. സെമിഫൈനലിൽ മഞ്ചേരി നോബൽ സ്കൂളിനെ 2-ഉം ISS സീനിയർ സെക്കൻഡറി സ്കൂളിനെ 1 ഗോളിനും പരാജയപ്പെടുത്തിയാണ് പൂക്കോട്ടുംപാടം ഗുഡ്വിൽ സ്കൂൾ ഫൈനലിലെത്തിയത്. തുടർന്ന് അരീക്കോട് മൈസസ് പബ്ലിക് സ്കൂളിനെ 4 ഗോളുകൾക്ക് കീഴ്പ്പെടുത്തിയാണ് ഗുഡ്വിൽ സ്കൂൾ ചാമ്പ്യന്മാരായത്. വിജയികളെ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാഞ്ഞിരാല അബ്ദുൽ കരീം അനുമോദിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ സ്കൂൾ ചെയർമാൻ M കുഞ്ഞുമുഹമ്മദ്, മാനേജർ M അബ്ദുൽ നാസർ, പ്രിൻസിപ്പൽ PK ബിന്ദു, ചന്ദ്ര എന്നിവർ പ്രസംഗിച്ചു. മുല്ലപ്പെരിയാർ തർക്കത്തെ തുടർന്ന് കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കവും അക്രമവും വ്യാപകമായതോടെ തമിഴ്നാട്ടിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ ഭീതിയിൽ. ഗൂഡല്ലൂരിലെ മോർണിംഗ് സ്റ്റാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കരുവാരക്കുണ്ടിലെ വിദ്യാർത്ഥികളും ഏറെ പ്രയാസപ്പെട്ടാണ് കേരളത്തിലെത്തിച്ചത്. കരുവാരക്കുണ്ട് കണ്ണ സ്വദേശി പയസിന്റെ മകൻ ആൽബിൻ പയസും മറ്റു 10ഓളം വിദ്യാർത്ഥികളുമാണ് ദിവസങ്ങളായി തമിഴ്നാട്ടിൽ ഭീതിയോടെ കഴിഞ്ഞുകൂടിയത്. ഗൂഡല്ലൂർ ടൗണിൽ മലയാളികളുടെ അധീനതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും കുട്ടികളെ പറഞ്ഞുവിടാൻ പോലും തയ്യാറാവുന്നില്ല. ക്രിസ്തുമസ് അവധിയായതിനാൽ കുട്ടികളെ നാട്ടിലെത്തിക്കാൻ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഏറെ പ്രയാസപ്പെട്ടു. 2 ദിവസമായി സമരങ്ങൾ മൂലം അക്രമം അരങ്ങേറിയ ഗൂഡല്ലൂരിൽ നിന്നും 4:30ഓടെയാണ് വിദ്യാലയത്തിന് പുറത്തു കടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ മാത്യു, വാർഡൻ ഫാദർ ജോൺ എന്നിവർ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ കേരള അതിർത്തിയിലേക്ക് കുട്ടികളെ എത്തിക്കുകയായിരുന്നു. 5:30ഓടെ കേരള അതിർത്തിയിൽ വെച്ച് രക്ഷിതാക്കൾ കുട്ടികളെ ഏറ്റുവാങ്ങി. ഗൂഡല്ലൂർ ഭാഗങ്ങളിൽ മലയാളികളെ ആക്രമിക്കുന്നതായും വാഹനം തകർക്കുന്നതായും ആൽബിൻ പയസ് പറയുന്നു. ശക്തമായി ഈ ക്രിസ്മസ് വെക്കേഷനിൽ എന്റെ മകനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞങ്ങളെ രക്ഷിതാക്കൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇവനെ കൂടാതെ വേറെ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ വാർഡൻ ഫാദറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുത്തെ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിൽ കേരള ബോർഡർ വരെ കൊണ്ടുവന്ന് നിർത്തുകയും അവിടെ നിന്ന് ഏതാണ്ട് യുദ്ധ കുറ്റവാളികളെ കൈമാറുന്ന രീതിയിൽ കേരള അതിർത്തിയിൽ നിന്ന് അവരെ തമിഴ്നാട്ടിൽ നിന്ന് സ്വീകരിച്ച് വേറെ വണ്ടിയിൽ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായി. അത് ഈ മുല്ലപ്പെരിയാർ വിഷയമായിട്ടുണ്ടായതാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എല്ലാവരും അനുഭവപൂർവമായ നിലപാടെടുക്കുന്നുണ്ടെങ്കിലും ഇരു സംസ്ഥാനങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ശത്രുതാ മനോഭാവമാണ്. അത് 2 സംസ്ഥാനങ്ങൾക്കും നല്ലതല്ല. മിക്കവാറും ഭൂരിപക്ഷം മലയാളികളും അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരും ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഒരു കൂട്ടം വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് തമിഴ്നാട്ടുകാരാണ് ഈ അക്രമങ്ങളെല്ലാം അഴിച്ചുവിടുന്നത്. വണ്ടി ബോർഡർ കഴിയുകയാണെങ്കിൽ അവർ തമിഴ്നാട്ടുകാർ കാണുകയാണെങ്കിൽ അതിൻ്റെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ട് അവർ വണ്ടി പൊട്ടിക്കും. ആളപായം എന്ന് പറഞ്ഞാൽ 2 പേർക്ക് തല പൊട്ടിച്ചിട്ടുണ്ട്. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരുന്നത്. പിന്നെ നിർബന്ധിച്ചപ്പോൾ ഫാദർ പറഞ്ഞു, ഫാദറിന്റെ തമിഴ്നാട് രജിസ്ട്രേഷന്റെ വണ്ടിയിൽ കൊണ്ടുവന്നാക്കി, ഞങ്ങൾ ബോർഡർ വരെ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രക്ഷിതാക്കള് ഞങ്ങളെ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു? ഞങ്ങള് 10 പേരുണ്ടായിരുന്നു. തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വീട്ടിലോട്ട് വരുന്നത്. കരുവാരക്കുണ്ടിലെ പോൾ പള്ളിക്കുന്നേൽ, ആകാശ് പയസ് എന്നിവരാണ് മറ്റു വിദ്യാർത്ഥികൾ. ക്രിസ്തുമസ് അവധിക്കാലത്ത് രക്ഷിതാക്കളോടൊപ്പം എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്ന് കുട്ടി പറയുന്നു.
മലയാളി സ്ഥാപനങ്ങൾക്ക് നേരെ തമിഴ്നാട്ടിലുണ്ടാകുന്ന ആക്രമണം മൂലം കുട്ടിയെ ഗൂഡല്ലൂരിലേക്ക് തിരിച്ചയക്കാൻ ഭയമാണെന്നും രക്ഷിതാക്കൾ പറയുന്നു. തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ കൂട്ടത്തോടെയാണ് കടന്നുപോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ആക്രമണം തടയുന്നതിനു വേണ്ടിയാണ് കൂട്ടത്തോടെ പോകുന്നത്. തമിഴ്നാട്ടിൽ മലയാളികൾക്കും മലയാളി സ്ഥാപനങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണം വ്യാപകമായതോടെ മലയാളി വിദ്യാർത്ഥികൾ ഭീതിയിലാണ്. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസന്മാരെയും അതുപോലെ രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാം വിഷമിക്കുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് എന്നിവ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സൗഹൃദ ക്ലബ്ബുകൾ ആരംഭിക്കുന്നത്. പൂക്കോട്ടുംപാടം വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ എ ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് M അബ്ദുൽ ഹക്കീം, CP സതീരത്നം, M അഷ്റഫ്, K പവിത്രൻ, മനോജ് കുമാർ, ET ഗിരീഷ്, ഡോക്ടർ റോജൻ, TK സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ഒരിടവേള കൂടി.